പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് കുഞ്ഞിന്റെ അച്ഛൻ. സംസ്ഥാനതല വിദഗ്ധ സമിതി വൈകാതെ ചേരണമെന്നും കുറ്റക്കാരായ ഡോക്ടർമാർ ശിക്ഷിക്കപ്പെടണമെന്നും അച്ഛൻ സൂരജ് പറയുന്നു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട പരാതി നൽകുമെന്നും കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞു. അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന് കുടുംബം പറഞ്ഞു. ജില്ലാതല വിദഗ്ധ സമിതിയിലെ ഒരംഗത്തിന്റെ നിഷ്പക്ഷ അഭിപ്രായത്തിൽ ദുരൂഹതയുണ്ട്. വിദഗ്ധ സമിതി യോഗത്തിൽ പങ്കെടുത്ത ഒരംഗം ഇപ്പോൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു. ഇതിൽ സംശയമുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ സൂരജ് വ്യക്തമാക്കി. അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട കുടുംബം മുഖ്യമന്ത്രിയെ കാണുമെന്നും വ്യക്തമാക്കി. അന്വേഷണം പ്രോപ്പർ ഒരു സ്പീഡായിട്ട് ആക്കാൻ വേണ്ടി ഒരു ടീമിനെ ഇതിൽ ചെയ്യിപ്പിക്കണം. പിന്നെ ഇപ്പം നിലവിലില്ല നമ്മളുടെ അന്വേഷിക്കുന്ന ഡിവൈഎസ്പി സാർ നല്ല ഒരു അന്വേഷണത്തിലുണ്ട്. അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ നിലവിൽ സ്റ്റേറ്റ് ലെവലിൽ പോയ മെഡിക്കൽ റിപ്പോർട്ട് അത് ഇനി എത്ര പെട്ടെന്നും അതിലേക്ക് കാര്യമായിട്ട് കൊണ്ടുവരണം. അതാണ് എൻ്റെ ഉദ്ദേശമില്ലത്. അതില്ല അവരുടെ ഭാഗത്ത് എന്ത് ചെയ്യണം ചെയ്തിട്ട് ഞാൻ ഈ നീതി കിട്ടുന്നവരെ ഞാൻ അതിൽ പിന്നാലെ ഉണ്ടാവും. പയ്യന്നൂർ സ്വദേശികളായ സൂരജിന്റെയും വിജിയുടെയും ഏക മകനായ ദേവാൻ ശൗര്യയ്ക്ക് കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ചുണ്ടിലും താടിയിലും ഉണ്ടായ മുറിവിന് സ്റ്റിച്ചിടാൻ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായി മരണപ്പെടുകയായിരുന്നു. ജനം, കണ്ണൂർ.